ഹെവൻലി മെലഡീസിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു അനുഗ്രഹീത ഗായികയാണ്, സിസ്റ്റർ ആശ DST. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം. താങ്ക് യു അച്ഛാ. സുഖമാണോ സിസ്റ്ററെ? സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. DST കോൺഗ്രിഗേഷൻ അല്ലേ? അതെ, DST കോൺഗ്രിഗേഷൻ. ഒന്ന് പറയാമോ കോൺഗ്രിഗേഷനെ പറ്റി? ഒന്ന് DST ഡോട്ടേഴ്സ് ഓഫ് സെൻറ് തോമസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ഫൗണ്ടറിൻ്റെ പേര് ഫാദർ ജേക്കബ് താഴത്തേൽ. 1969 ജൂലൈ 3 ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. ഏകദേശം ഞങ്ങളിപ്പോഴൊരു 500ഓളം സിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞു. 53 വർഷമായി. ജൂബിലി കഴിഞ്ഞു. 2019 ഞങ്ങളുടെ സഭയുടെ 50ാം ജൂബിലി ആഘോഷിച്ചത്. ഞങ്ങൾക്ക് 2 പ്രൊവിൻസും ഒരു റീജിയനും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ സഭയുടെ ക്യാരിസം എന്ന് പറഞ്ഞാൽ ഈശോയെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലും ആളുകളുടെ ഇടയിലും പോയി കണ്ടംപ്ലേറ്റീവ് ലൈഫിലൂടെയും അപ്പസ്തോലിക് ആക്ടിവിറ്റീസിലൂടെയും ഈശോയെ അറിയിക്കുക, മിഷണറി പ്രവർത്തനങ്ങളിലൂടെ. അപ്പം ഞങ്ങൾ വില്ലേജ് വിസിറ്റ്, ടീച്ചിങ്, സ്കൂൾ, ഹോസ്പിറ്റൽ, അങ്ങനെ പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്ന സഹോദരിമാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്. സിസ്റ്റർ പാട്ടിലൂടെ എല്ലാവരിലേക്കും ദൈവത്തെ എത്തിക്കുവാനായിട്ട്, ഈശോ എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. തീർച്ചയായും. ഇന്ന് ഏതാനും പാട്ടുകളുണ്ടല്ലോ സിസ്റ്ററെ. അപ്പോൾ ആദ്യത്തെ പാട്ട് ഏതാണ് പാടാനായിട്ട്? ആദ്യത്തെ പാട്ട് തോമസ് പാട്ടത്തിൽ ചിറാച്ചൻ്റെ ജപമാല രഹസ്യങ്ങൾ എന്ന പാട്ടാണ്. കേട്ടിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് തോമസ് അച്ഛനാണ്. അതിന് സംഗീതം കൊടുത്തത് റോബിൻ അച്ഛനാണ്. അത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപമാലയിലെ 20 രഹസ്യങ്ങൾ കോർത്തിണക്കിയാണ് ഈ ഒരു ഗാനം അച്ഛൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ലൈനും ഓരോ രഹസ്യങ്ങളാണ്. വളരെ മനോഹരമായിട്ട്, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണിത്. എനിക്ക് നേരത്തെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള പാട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് പാട്ട് കേൾക്കുന്നത്. ശ്രദ്ധേയമായിട്ടുള്ള ഒരു പാട്ടാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരു പാട്ട് പാടി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കൊന്ത ചെല്ലിയൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണത്. അപ്പോൾ ആ പാട്ടാണ് ഇന്നിവിടെ പാടാൻ ആഗ്രഹിക്കുന്നത്. പാടിയാലോ? തീർച്ചയായിട്ടും. വിമലാംബികയ്ക്കൊപ്പം
അസാധ്യമായിട്ട് പാടി. നല്ല വോയിസ്, നല്ല പാട്ട്. ഇത് എനിക്ക് തോന്നുന്നു 6 മിനിറ്റോളം ഉണ്ടല്ലേ? ഈ 6 മിനിറ്റിൽ എല്ലാ രഹസ്യങ്ങളും ഉൾപ്പെടുത്തി, 20 രഹസ്യങ്ങൾ. കൂടാതെ ഈ ഒരു പാട്ട് 7 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ടീന ചേച്ചി തന്നെയാണ് ഈ 7 ഭാഷകളിലും 7 ഭാഷ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. അതെ അതെ അതെ, തീർച്ചയായും നല്ല ഗാനമാണ്. ഇനി സിസ്റ്ററിൻ്റെ ദൈവവിളിയെ പറ്റി ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നേരത്തെ കഴിഞ്ഞത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നിങ്ങൾ 2 പെൺമക്കളാണ് അല്ലേ? 2 പെൺമക്കൾ. ഒരാൾ ദൈവവിളിക്കായിട്ട് പോയി. എങ്ങനെയാണ് ഈ ദൈവവിളി മനസ്സിലാക്കിയതും DST കോൺഗ്രിഗേഷനിലേക്ക്? ശരിക്കും എല്ലാവരും, ഞാൻ മഠത്തിൽ ചേരുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ചേച്ചിയായിരുന്നു മഠത്തിൽ പോകുമെന്ന് എല്ലാവരും ഉദ്ദേശിച്ചിരുന്നത്. അവൾ നല്ല പ്രാർത്ഥനയും നല്ല സൗമ്യതയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്ക് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒരു പുസ്തകം എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ വായിക്കാൻ വേണ്ടി തന്നു. അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യം വായിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവചരിത്രം. ഒരു വലിയ പുസ്തകമായിരുന്നു. അപ്പം ഞാനത് ഏകദേശം 1 വർഷത്തോളം എടുത്ത് അതൊന്ന് വായിച്ചു തീരാൻ. അത് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമർപ്പിത ജീവിതത്തിലേക്ക് പോകണമെന്നൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം തോന്നിയത്. പിന്നീട് മദർ തെരേസയുടെ ജീവിതവും ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കൊച്ചു ത്രേസ്യ, 3 വിശുദ്ധർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിശുദ്ധരാണ്. അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ DST, എൻ്റെ ഇടവകയിൽ തന്നെ DST കോൺഗ്രിഗേഷൻ്റെ ഒരു കമ്മ്യൂണിറ്റി തൊട്ടടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇളംതോട്ടം മഠത്തിൽ. അത് ആസ്പിറൻസി ഹൗസാണ് ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ DSTയിൽ ചേർന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നെ ദൈവവിളിയിലേക്ക് പ്രോത്സാഹിപ്പിച്ച കുറേ പേരുണ്ട്. എൻ്റെ അധ്യാപകർ, മാതാപിതാക്കൾ, പപ്പായും അമ്മയാണ് ഏറ്റവും അധികമായിട്ട്. സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരേറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം നൽകിയത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകണമല്ലോ, അപ്പോൾ മടിയായിരുന്നു ശരിക്കും പള്ളിയിലൊക്കെ പോകാം. പക്ഷേ പപ്പായും അമ്മ എല്ലാ ദിവസവും എഴുന്നേറ്റ് പള്ളി വിടുമായിരുന്നു. നിർബന്ധമായിരുന്നു പള്ളിയിൽ പോകണമെന്ന്.
അപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കുടുംബ പ്രാർത്ഥന. ഈ 2 കാര്യങ്ങളിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇന്നും അതുപോലെ തന്നെയാണ്. ആ 2 കാര്യങ്ങളാണ് എന്നെ ശരിക്കും സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും പേഴ്സണൽ പ്രയർ ആണെങ്കിലും ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് ഇന്നും ഞാൻ ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയ ഒരു ശക്തിയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അഭിഷേകം ഉണ്ടല്ലോ, ആ ഒരു പവർ ഉണ്ടല്ലോ, അതാണ് സന്യാസ ജീവിതത്തിൽ ഇന്നും എന്നെ നയിക്കുന്നത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ, അധ്യാപകർ, പിന്നെ എന്നെ പഠിപ്പിച്ച വേദപാഠം പഠിപ്പിച്ച സിസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ദേവിളിയിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ എൻ്റെ കോൺഗ്രിഗേഷനിലാണെങ്കിലും എൻ്റെ മിസ്ട്രസ് നോവിഷ്യറ്റിൽ എൻ്റെ മിസ്ട്രസ് സിസ്റ്റർ ജ്യോതി മരിയ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിസ്റ്ററായിരുന്നു 2 വർഷവും ഞങ്ങൾക്ക് ശരിക്കും സന്യാസ ജീവിതം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് സിസ്റ്ററായിരുന്നു. സിസ്റ്റർ 2 വർഷമാണ് നോവിഷ്യറ്റ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സിസ്റ്ററാണ് ഞങ്ങളെ ഏറ്റവും അധികമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ് സിസ്റ്റർ. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. പ്രാർത്ഥിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും എങ്ങനെ ജീവിക്കണം, സന്യാസ ജീവിതത്തിൽ എങ്ങനെ ഒരു ഫലപ്രദമായിട്ട് ഈശോയെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കണമെന്നും കൊച്ചു ത്രേസ്യ പറയുന്ന കാര്യമാണല്ലോ, ഈശോയെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കണം, അതൊക്കെ പഠിപ്പിച്ചു തന്നത് സിസ്റ്റർ ജ്യോതി മരിയാണ്. അങ്ങനെ എൻ്റെ ഒരു സന്യാസം ഇപ്പോൾ 10 വർഷമായി ഞാൻ സന്യാസ വസ്ത്രം സ്വീകരിച്ചിട്ട്. അപ്പം ഇന്നും സന്തോഷത്തോടു കൂടി ഈശോയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈശോ എന്താണോ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ സാധിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഒത്തിരി സന്തോഷം കേൾക്കാനായിട്ട് സാധിച്ചത്. രണ്ടാമത്തെ ഒരു പാട്ട് ഉണ്ടല്ലോ അല്ലേ സിസ്റ്റർ, സംഗീതം ചെയ്ത ഒരു പാട്ട് ഉണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷം 2022 തോമസ് ലീഹ ഭാരതത്തിൽ വന്നതിൻ്റെ 1950 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഒരു ആഘോഷമായിരുന്നു നമ്മൾ 2022. അപ്പോൾ അതിനെ പ്രമാണിച്ച് ജനറാള മാസ്റ്റർ സലോമി ഇങ്ങനെ ഒരു കവിതാ രചന മത്സരം നടത്തി ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ തന്നെ. അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ റിൻസി എന്ന് പറയുന്ന സിസ്റ്ററാണ് കവിതയ്ക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പം സിസ്റ്റർ പറഞ്ഞു ആ പാട്ടൊന്ന് ട്യൂൺ ചെയ്ത് നമുക്ക് ജൂലൈ 3 നമുക്കത് ഇറക്കണം, അപ്പം ആ പാട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് ട്യൂൺ ചെയ്തു. പാല കമ്മ്യൂണിക്കേഷനിലാണ് അത് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തത്, ടോംബാലയാണ് ചെയ്തത്. അപ്പം അത് ജൂലൈ 3 ഞങ്ങൾ തോമസ് ലിഹായുടെ ഒരു പാട്ട് ഇറക്കി. ഇപ്പം ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ 2 പാട്ട് ഇറക്കി തോമസ് ലിഹായുടെ. രണ്ടും തോമസ് ലിഹായുടെ. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ തോമസ് ലിഹായുടെ ആണ്, ഡോട്ടേഴ്സ് ഓഫ് സെന്റ് തോമസ് ആണല്ലോ. അപ്പോൾ തോമസ് ലിഹായുടെ ഒരു പാട്ടാണ് ഞങ്ങൾ ഇറക്കിയത്. ഇതിപ്പോൾ റിൻസി സിസ്റ്ററിന്റെ വരികൾ. അതെ, സിസ്റ്റർ റിൻസിയുടെ വരികൾ, മ്യൂസിക് ഞാൻ ചെയ്തു. അതെങ്ങനെയാണ് അതൊരു ചെയ്യാൻ, ഒരു മ്യൂസിക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും. തീർച്ചയായിട്ടും ആദ്യമായിട്ടല്ല, അതാ ചോദിച്ചത്, ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്തു അല്ലേ? ഇല്ല, ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. ആദ്യം ഞാൻ 2-3 ട്യൂൺ ചെയ്തായിരുന്നു. അപ്പോൾ ഓരോ തവണയും സിസ്റ്ററിനെ പാടി കേൾപ്പിച്ച സിസ്റ്റർ പറഞ്ഞു കുറച്ചുകൂടെ ഇച്ചിരി ബെറ്റർ ആക്കണം. അപ്പം 3-ാമത്തെ തവണ എനിക്ക് തോന്നി സിസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയും ചെയ്യണമല്ലോ എന്ന് ഞാൻ ഓർത്തു. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ തവണയും ചെയ്യുമ്പോഴും മ്യൂസിക്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പം ആ ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഉദ്ദേശിച്ചതിന് നന്നായിട്ട് അത് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാട്ടൊന്ന് പാടിയാലേ? തീർച്ചയായിട്ടും. തിരുവിലാവിൽ തൊട്ടറിഞ്ഞ് സ്നേഹം പകരാൻ വന്നവനേ, ഭാരതത്തിൻ സ്നേഹയാകും മാർത്തോമാ സ്നേഹതാതനേ. തിരുവിലാവിൽ തൊട്ടറിഞ്ഞ് സ്നേഹം പകരാൻ വന്നവനേ, ഭാരതത്തിൻ സ്നേഹയാകും മാർത്തോമാ സ്നേഹതാതനേ.
വിശ്വാസത്തിൻ കൈത്തിരി നീട്ടി ഭാരതസഭയെ ജ്വലിപ്പിച്ചു നീ. വിശ്വാസത്തിൻ കൈത്തിരി നീട്ടി ഭാരതസഭയെ ജ്വലിപ്പിച്ചു നീ. ഭാരതസഭയെ ജ്വലിപ്പിച്ചു നീ. എൻ കർത്താവേ, എൻ ദൈവമേ, എൻ കർത്താവേ, എൻ ദൈവമേ, എൻ കർത്താവേ, എൻ ദൈവമേ, എൻ കർത്താവേ, എൻ ദൈവമേ. വഴിയും സത്യവും ജീവനുമാ ഗുരുവിൻ പാത പുണർന്നവനേ. വഴിയും സത്യവും ജീവനുമാ ഗുരുവിൻ പാത പുണർന്നവനേ. രക്തസാക്ഷിയായി നിടമണിഞ്ഞ പുണ്യദാതൻ മാർത്തോമാ. രക്തസാക്ഷിയായി നിടമണിഞ്ഞ പുണ്യദാതൻ മാർത്തോമാ. പുണ്യദാതൻ മാർത്തോമാ. തിരുവിലാവിൽ തൊട്ടറിഞ്ഞ സ്നേഹം പകരാൻ വന്നവനേ. ഭാരതത്തിൻ സ്നേഹയാകും മാർത്തോമാ സ്നേഹതാതനേ. തിരുവിലാവിൽ തൊട്ടറിഞ്ഞ സ്നേഹം പകരാൻ വന്നവനേ. ഭാരതത്തിൻ സ്നേഹയാകും മാർത്തോമാ സ്നേഹതാതനേ. എൻ കർത്താവേ, എൻ ദൈവമേ, എൻ കർത്താവേ, എൻ ദൈവമേ, എൻ കർത്താവേ, എൻ ദൈവമേ, എൻ കർത്താവേ, എൻ ദൈവമേ. നല്ല പാട്ട്, വളരെ ഭംഗിയായിട്ട് പാടി, നല്ല വരികൾ, റിൻസി സിസ്റ്ററിന് നല്ല വരികൾ, പിന്നെ സംഗീതം അടിപൊളി, താങ്ക് യു അച്ഛാ. നല്ല കഴിവുണ്ട്. ഇനിയും ഒരുപാട് സംഗീതം ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഇട വരട്ടെ. ഇനി സിസ്റ്ററിൻ്റെ ഏറ്റവും ഫേവറായിട്ടുള്ള, പ്രത്യേകിച്ച് കുർബാന സ്വീകരണമൊക്കെ പറഞ്ഞിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ മുടങ്ങാതെ കുർബാന സ്വീകരണം, പ്രത്യേകിച്ച് ദൈവവിളിക്ക് മുമ്പൊക്കെ ആയിട്ട്. അതെ അതെ. ആ ഒരു കുർബാന സ്വീകരണത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ഫേവറായിട്ടുള്ളൊരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? തീർച്ചയായിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർബാന സ്വീകരണത്തിൻ്റെ ഒരു ദിവ്യകാരുണ്യ ഗീതമാണ് അശോക് കൊല്ലംകുടി അച്ഛൻ, MST സഭാംഗമായ അച്ഛൻ ചെയ്ത ദൈവസ്നേഹം എന്നൊരു പാട്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് എത്ര തവണ പാടിയാലും കൊതി തീരാത്തൊരു പാട്ടാണ് അത്. ഒരുപാട് ഞാൻ അച്ഛനോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഭയങ്കര അഭിഷേകമുള്ള പാട്ടാണ്, ഇതുപോലെ ഇനിയും പാട്ട് ചെയ്യാമോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എന്നെ പേഴ്സണലായിട്ട് എനിക്ക് വളരെയേറെ ഒത്തിരി കുർബാന സ്വീകരണത്തിനൊക്കെ പാടുമ്പം എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ തോന്നുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് വളരെയേറെ അഭിഷേകമുള്ളൊരു അശോകച്ചൻ്റെ എല്ലാ പാട്ടുകളും ഒരു തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക്കാണ് അച്ഛൻ്റെ എല്ലാ പാട്ടുകളും. ഒരുപാട് വർഷങ്ങളായി അച്ഛൻ പാട്ട് മേഖലയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അച്ഛൻ്റെ കൂടെ കൊയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നോവസസ് ആയിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ കൊയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്യുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ഈ പാട്ട് ഒന്ന് പാടിയാലേ? തീർച്ചയായിട്ടും. ദൈവസ്നേഹം, സ്നേഹം, ദൈവസ്നേഹം,
ഒപ്പമുള്ള ദൈവമേ, അപ്പമായ സ്നേഹമേ, ഒപ്പമുള്ള ദൈവമേ, അപ്പമായ സ്നേഹമേ, ഓരോ നാളും കൈവിടാത്തൻ ദൈവമേ, നിന്നിലൻ ആശ്രയം. ആത്മാവിൽ അലനൊറിയും സ്തുതിഗീതം പാടാം, ആത്മാവിൻ അൾത്താരയിൽ ആരാധനയേകാം. ദിവ്യകാരുണ്യമേ ദൈവമേ, എന്നെന്നും അങ്ങേയ്ക്കാരാധന. ദിവ്യകാരുണ്യമേ ദൈവമേ, എന്നെന്നും അങ്ങേയ്ക്കാരാധന. ഈശോ എൻ ജീവിത കേന്ദ്രം, എൻ്റെ ഈശോ എൻ ഗീതത്തിൻ നാഥൻ. ഈശോ എൻ ജീവിത കേന്ദ്രം, എൻ്റെ ഈശോ എൻ ഗീതത്തിൻ നാഥൻ. കഷ്ടങ്ങൾ വന്നിടിലും നഷ്ടങ്ങൾ ഏറിയിടിലും, കഷ്ടങ്ങൾ വന്നിടിലും നഷ്ടങ്ങൾ ഏറിയിടിലും, എല്ലാം എല്ലാം അറിയും നിൻ ദൈവമേ, നിന്നിലായി എൻ ബലം. ദൈവസ്നേഹം സ്നേഹം, ദൈവസ്നേഹം സ്നേഹം, ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ. സ്വർഗഭാഗ്യം ഭാഗ്യം, സ്വർഗഭാഗ്യം ഭാഗ്യം, ഇന്നിൻ ഹൃത്തിൽ ഈശോ വാസമാ. ആത്മാവിൽ അലനൊറിയും സ്തുതിഗീതം പാടാം, ആത്മാവിൻ അൾത്താരയിൽ ആരാധനയേകാം. ദിവ്യകാരുണ്യമേ ദൈവമേ, എന്നെന്നും അങ്ങേയ്ക്കാരാധന. ദിവ്യകാരുണ്യമേ ദൈവമേ, എന്നെന്നും അങ്ങേയ്ക്കാരാധന. നല്ല സൂപ്പർ പാട്. ലയിച്ചിരുന്നു പോ. നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാട്ട് പാടുമ്പോൾ കേട്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്ന മനോഹരമായിട്ടുള്ളൊരു പാട്ട്. കോറസൊക്കെ കേൾക്കാനായിട്ട് അല്ലേ, ഒരു ഭയങ്കര എഫക്റ്റാണ്. സിസ്റ്ററിന് നല്ല വോയിസ് ഉണ്ട്. ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ സാഹചര്യം വരട്ടെ, ഒരുപാട് ഉന്നതങ്ങളിലേക്ക് സിസ്റ്റർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. അച്ഛാ, അച്ഛന് പാടുമ്പോൾ ഒത്തിരിയേറെ ദൈവാനുഭവം തോന്നിയിട്ടുള്ള ഒരു പാട്ട് പറയുമോ? ഒരു ആരാധന ഗീതമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, 7 വിളക്കിൻ നടുവിൽ. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ആരാധനയ്ക്കൊക്കെ ഈശോയെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും പാടുന്നൊരു പാട്ടാണ്. ദൈവാനുഭവം ഉള്ളതാണ്. അപ്പം അച്ഛൻ്റെ ആ ദൈവാനുഭവം പകരുന്ന, കേൾക്കുന്ന കാതുകളിൽ ദൈവാനുഭവത്തിൻ്റെ മാച്ചിൽ കൊള്ളുന്ന ആ ശബ്ദത്തിലൂടെ ഈ ഗാനം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുമോ? പാടാം, തീർച്ചയായും. ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ,
ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ. അച്ഛൻ വളരെ മനോഹരമായിരുന്നു കേട്ടോ. ശരിക്കും ലയിച്ചിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എനിക്ക് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് തോന്നി. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു സിസ്റ്ററെ. സിസ്റ്ററിൻ്റെ ഈ ഒരു സാന്നിധ്യം ഈ ഒരു എപ്പിസോഡ് വളരെ അനുഗ്രഹപ്രദമാക്കി. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും സിസ്റ്ററിൻ്റെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാന്നിധ്യമായിട്ട് ഇവിടെ വന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ പാട്ടുകളുമായിട്ടും പുതിയ വിശേഷങ്ങളുമായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. എന്നിൽ കവിഞ്ഞിടട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും